നന്ദഗോപാൽ പങ്കുവെക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം ഹൈക്കോടതി നാളെ പരിഗണിക്കുകയാണ്. സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസിൽ അമിക്കസ് ക്യൂറിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. മുഹമ്മദ് സ്വാലി വിശദാംശങ്ങളുമായി. സ്വാലി, കോടതി സ്വമേധയായി കേസ് പരിഗണിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ പല മേഖലകളിലായി പല തലങ്ങളിലായി വീഴ്ചയും അനാസ്ഥയും ഉണ്ടായിട്ടുണ്ട്? ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഹൈക്കോടതി കാര്യമായി ഊന്നാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സൈഫുദ്ദീൻ, ദുരന്തത്തിന്റെ കാരണം ഇത് സംബന്ധിച്ച നിലവിലുള്ള വിദഗ്ധരുടെ വിലയിരുത്തലുകൾ, നിലവിലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള സാഹചര്യം, ഇനി അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കോടതി പ്രത്യേകമായി പരിഗണിക്കുക. നേരത്തെ ഈ കേസിൽ, അതായത് നേരത്തെ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. ആ കേസാണ് നാളെ പ്രത്യേകമായി പട്ടികപ്പെടുത്തി ഈ വിഷയം പരിഗണിക്കാൻ, അതായത് കള്ളാടി മണ്ണിടിച്ചിൽ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച അമിക്കസ് ക്യൂറിയോ ആണ് നാളെ ഹാജരാകുക. വിഷയത്തിൽ AGയോട് പ്രത്യേക വിശദീകരണം, അതായത് നിലവിലുള്ള സ്ഥിതിയടക്കം വസ്തുതാ റിപ്പോർട്ട് നൽകാൻ സർക്കാരിനോട് AGയോട് നിലവിൽ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ എന്തായാലും ഈ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ച ശേഷം, സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ശേഷം നടത്തുന്ന പരാമർശങ്ങൾ നിർണായകമാകും. സൈഫുദ്ദീൻ, അപ്പോൾ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തം നാളെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സ്വമേധയാ എടുത്ത കേസാണ്. അതിന്റെ കാരണമടക്കം ഏതൊക്കെ ഭാഗങ്ങളിൽ കമ്പനിക്കും സർക്കാരിനുമൊക്കെ വീഴ്ചയുണ്ടായോ എന്ന കാര്യത്തിലൊക്കെ നാളെ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. മുഹമ്മദ് സ്വാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള കഴിഞ്ഞ് മറ്റു വാർത്തകൾ.